ഫോട്ടോയിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? ഇത് കണ്ടില്ലേ, ഈ ഫോട്ടോയിൽ യാതൊരു ആവശ്യമില്ലാത്ത ഒരുത്തൻ വലിഞ്ഞു കയറി നിൽപ്പുണ്ട്. നിൽക്കുന്നുണ്ടോ? ഇത് ഈശ്വരമംഗലത്തിന്റെ ഫാമിലി ഫോട്ടോയാ. അതില് ഇവനെന്ത് സ്ഥാനം? സത്യം പറഞ്ഞ ഒരിക്കലും അഭിമാനത്തോടെ നോക്കിയിരുന്ന ഫോട്ടോയാ. ഇപ്പൊ അത് കാണുമ്പോ സ്വയം പുച്ഛം തോന്നുക. എന്തിനാ ഗൗതം ഇങ്ങനെ നെഗറ്റീവായി ചിന്തിക്കുന്നത്? ഇത് കേൾക്കുമ്പോ എനിക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാവുമെന്നറിയോ? എനിക്ക് വിഷമമല്ല, ഒരു തരം നാണമാണ് തോന്നിയത്. വിളിക്കാത്ത സദ്യക്ക് വലിഞ്ഞു കയറിയിരിക്കുന്ന ഒരു തരം ജാള്യത. ഗൗതമിന്റെ ഈ വിഷമത്തിനൊക്കെ ഇന്നൊരു രാത്രിയുടെ ആയുസേ ഉള്ളൂ. നാളെ നേരം വെളുക്കുന്നത് ഗൗതമിന്റെ സങ്കടങ്ങൾ പകുതിയെങ്കിലും മാറ്റാൻ വേണ്ടിയായിരിക്കും. എങ്ങനെ? ഇനി ഈ ജന്മം എന്റെ സങ്കടം മാറാനോ? അങ്ങനെ എഴുതി തള്ളണ്ട. ദൈവം മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു സങ്കടം തന്നാൽ പകരം ഒരു സന്തോഷവും കരുതി വെച്ചിട്ടുണ്ടാവും. ഗൗതം സ്ഥിരമായി പോവാറുള്ള അമ്പലമില്ലേ, ദേവീക്ഷേത്രം? അവിടെ ചെന്നല്ലേ ഗൗതമിന്റെ ജീവിതത്തിലെ സുപ്രധാന തീരുമാനങ്ങളൊക്കെ എടുക്കാറ്? നാളെ രാവിലെ നമുക്ക് അമ്പലം വരെ ഒന്ന് പോണം. ഇത്രയും സങ്കടങ്ങൾ എനിക്ക് തന്ന ദൈവത്തിന് മുന്നിൽ ചെന്ന് ഇനിയും ഞാൻ കൈ തൊഴുത് പ്രാർത്ഥിക്കണമല്ലേ? വേണ്ട, എന്നെ പ്രതീക്ഷിക്കണ്ട. അങ്ങനെ പറയരുത് ഗൗതം. ഇതെന്റെ ഒരു അപേക്ഷയാ. അവിടെ വെച്ച് നാളെ ഗൗതമിന്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാവും.